ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ടവരെല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം വീട്ടുകാർക്കൊപ്പം നല്ല സന്തോഷപൂർവ്വം ആഘോഷിക്കുക. ഉച്ചത്തേക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ ഒരുമിച്ചായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ചെറിയൊരു ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാലുകാച്ചി കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഉദയത്തിൻ്റെ അന്നായിരുന്നു. അപ്പോൾ ഇന്നാണ് നമുക്ക് ഫംഗ്ഷനൊക്കെ എല്ലാവർക്കുമായിട്ട് വെച്ചേക്കുന്നത്. അങ്ങനെ തന്നെ നമ്മൾ കൊടുമണ്ണാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള നമ്മുടെ റിലേറ്റീവാണ്, അപ്പം മാമനാണ്. അപ്പോൾ അതാണ് നമ്മൾ അവിടേക്ക് വന്നേക്കുകയാണ്. അങ്ങനെ ഞാനും കാശിക്കുട്ടനും ഉണ്ടായിരുന്നു, പിന്നെ ശ്രീക്കുട്ടിയും മുന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരൂടെ വന്നിട്ട് താണ്ടി ഇവിടേക്ക് ഇങ്ങനെ നിൽക്കുകയാട്ടോ. അപ്പോൾ കണ്ണാടി ഇവിടെ കണ്ടാലും നമുക്കൊന്നും ഒരുങ്ങാതെ പോകാനെ കൊണ്ട് പറ്റത്തില്ലല്ലോ. അങ്ങനെ താണ്ട് ഒരുക്കം കഴിഞ്ഞ് പിള്ളേരുടെ ചാട്ടവും ബഹളവും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഒരുപാട് നേരം വൃത്തികേടാക്കണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെ പിടിച്ചിറക്കിക്കൊണ്ട് പോകാട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ രണ്ട് ബാത്റൂമൊക്കെ കയറി പറ്റാവുന്നിടത്തെല്ലാം ക്യാമറ കയറ്റി ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ താണ്ട് എല്ലായിടും കയറി ഒപ്പി എടുത്തിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പം പ്രസൻറ്റേഷനിൽ കുറച്ചിങ്ങി തരണേന്നൊക്കെ ചേച്ചിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചേച്ചി ഒന്ന് മൊത്തം കൂടെ എടുത്തോണ്ട് വരണം, നാളെ വരുമ്പോൾ അറിയാൻ കേട്ടോ തരുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അങ്ങനെ താണ്ട് നമ്മൾ അവിടുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ നല്ല മഴയും കാര്യങ്ങളും വരാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഫുഡ് അടിയുണ്ട്. അങ്ങനെ ഫുഡ് അടിക്കാനൊക്കെ കൊണ്ട് പോവാട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ദാണ്ട് ഇവിടെ വിളമ്പിയിട്ടുണ്ടായിരുന്നു. നമ്മളെ കണ്ടപ്പോഴേ ചേച്ചിമാർ വിളമ്പിയായിരുന്നു. പിന്നെ അങ്ങനെ ഇതിനകത്ത് കയറിയിരുന്നു കേട്ടോ. അങ്ങനെ കയറിയിരുന്ന് റൈസും ചിക്കനും പപ്പടവും അച്ചാറും സലാഡും ഒക്കെ ആയിരുന്നു. അപ്പോൾ കാശിക്ക് പൊറോട്ട മതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ കരുതി അവിടെ കാണില്ലാന്ന്, പക്ഷേ പൊറോട്ട ഉണ്ടായിരുന്നു. അങ്ങനെ പൊറോട്ടയൊക്കെ കൊണ്ടുവന്ന് പൊറോട്ടയൊക്കെ കഴിച്ചതുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റെപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. അങ്ങനെ ദാണ്ട് ഐസ്ക്രീമൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കൊച്ചു ഇരുന്നാണ്ട് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ടിഷ്യൂവിൽ കൈ തുടച്ചത് ഞാൻ ഫോട്ടോ എടുത്തെന്നും പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ദാണ്ട് ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി യാത്ര പറയാനെ കൊണ്ട് പോവാണ്. അപ്പോൾ അങ്ങനെ യാത്ര പറയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളൊരു കുട്ടീനെ കണ്ടു. അനശ്വരയുടെ കട്ടൊക്കെയുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അതാണ്ട് ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.